ഗോപ്രോൻ്റെ ചാർജർ ഉണ്ടല്ലോ അവളുടെ കയ്യിലായിപ്പോയി. ഇന്ന് വേണ്ട നാളെ പഠിക്കാം. ഇതിനെ എന്തോന്ന് പറയാം, പേരെങ്ങനെയാട്ടെ ഇതിൻ്റെ? അയ്യോ. പിന്നെ നമ്മുടെ ജൂനിയർ പറഞ്ഞുകൊണ്ട് ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ ഗോപ്രോൻ്റെ ചാർജർ ഉണ്ടല്ലോ അവളുടെ കയ്യിലായിപ്പോയി. ചാർജർ എന്ന് വെച്ചാൽ കേബിൾ എൻ്റെ കയ്യിലുണ്ട്, അഡാപ്റ്റർ അവളുടെ എന്തൊരു ഐഫോൺ ചാർജ് ചെയ്യണമെന്ന് വഴി മാറുന്നു. ഇതാണ് അവളുടെ ആണെങ്കിൽ എൻ്റെ ഗോപ്രോൻ്റെ അഡാപ്റ്റർ എടുത്തുകൊണ്ട് പോയി അവളുടെ ഐഫോൺ എന്തൊരു ചാർജ് ചെയ്യാൻ വേണ്ടി. അത് ഞാൻ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. എൻ്റെ ഗോപ്രോയിൽ ചാർജ് ഇല്ല അത്ര. ഇവിടെ എന്തൊരു സ്മെല്ലടിക്കുന്നു, ശരി നാട്ടം സ്മെല്ലടിക്കുന്നു, ബാഡ് സ്മെല്ല്. എനിക്ക് നാളെ ഇൻറ്റർണൽ എക്സാം ഉണ്ട്. ടെസ്റ്റ് പേപ്പറിൽ ഇൻറ്റർണൽ എക്സാം ഫസ്റ്റ് സെമിസ്റ്റർ ഇല്ലേ? അല്ല സെക്കൻഡ് സെമിസ്റ്റർ. ഞാൻ എന്തിനാ പറയുന്നത് എനിക്കറിഞ്ഞു. സെക്കൻഡ് ഇയർ ഓഗസ്റ്റിൽ. ഇപ്പോൾ ഞാൻ സെക്കൻഡ് സെമിസ്റ്ററിലാണ്. എൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ റിസൾട്ട് ഇതുവരെ വന്നിട്ടില്ല ഗായ്സ്. കേരള യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കിന് കഴിഞ്ഞ സാറ്റർഡേ വരും എന്ന് പറഞ്ഞു. നമ്മൾ ടീച്ചർ അതാ പറഞ്ഞു സാറ്റർഡേ വരുമെന്ന്. പക്ഷെ വന്നില്ല, നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ വന്നിട്ടില്ല റിസൾട്ട്. കുറച്ച് പേടിയുണ്ട്, ജയിക്കും തോന്നും. നമ്മളുടെ കേരള യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, നമ്മളുടെ പോലെയാണ് മടി, നാളെ ചെയ്യാം. അതുപോലെ നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി അത് അങ്ങനെ തന്നെ. കേരള യൂണിവേഴ്സിറ്റിയും പറയാനായിരിക്കും ഇന്ന് വേണ്ട, റിസൾട്ട് നാളെ ഇടാം. പിന്നെ നാളെ ആകുമ്പോൾ പറയും ഇന്ന് വേണ്ട നാളെ ഇടാം. അതുപോലെ നമ്മൾ ഇന്ന് പഠിക്കേണ്ട നാളെ പഠിക്കാം, ഇന്ന് വേണ്ട നാളെ പഠിക്കാം. ഞാൻ ഒരാഴ്ച കൊണ്ടോ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നാളെ ഇൻ്റർണൽ എക്സാമ്പിൾ ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കണേ, നാളെ പഠിക്കാം. ഇപ്പോൾ അഡാപ്റ്ററൊക്കെ മേടിച്ച് വീട്ടിൽ പോയി കുറച്ച് കഴിഞ്ഞ് പഠിക്കാം. എന്നാൽ അവിടെ എത്തി അഡാപ്റ്റർ വാങ്ങിച്ച് ഇനി നേരെ വീട്ടിലോട്ടാ. അവിടെ ഞാൻ കുറച്ച് സമയം നിന്നോളൂ. അഡാപ്റ്റർ വാങ്ങിച്ച് പിന്നെ ഉടനെ ഞാൻ വന്ന് പഠിക്കാറുണ്ട് കുറച്ച്. ഇതിനെ എന്തോന്ന് പറയും, ഇതിനെ എന്തോന്ന് കൊല എന്തോ പറയുമല്ലോ, കൊല എന്തോ പറയും. അങ്ങനെ എന്തോ ഉണ്ട് നമ്മുടെ നാട്ടിലവിടെ. അതെനിക്കറിയാം. ഞാൻ അതാ പറഞ്ഞുകൊണ്ടിരുന്നത്. കേരള യൂണിവേഴ്സിറ്റിയും കാര്യം അങ്ങനെയാണ്. ഇനി നോക്കാം റിസൾട്ട് എന്നായിരിക്കും വരണേ. നമ്മളുടെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം ആണെങ്കിൽ എന്ന് നമ്മളുടെ സെക്കൻഡ് സെമ്മിൻ്റെ എക്സാം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് ആണെന്ന് തോന്നുന്നു. ജൂലൈയിലായിരുന്നു പറഞ്ഞേക്കണേ, പിന്നീട് ഡേറ്റ് മാറ്റി. അറിയാമല്ലോ കേരള യൂണിവേഴ്സിറ്റിൻ്റെ മടി. ഇന്നാണെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറയും. അതുപോലെ ജൂലൈയിൽ വെച്ച പരീക്ഷ ഓഗസ്റ്റിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജൂനിയർ പറഞ്ഞുകൊണ്ട് ജൂലൈ 1-ാം തീയതി. ഇനി നേരെ വീട്ടിലോട്ട് പോകാം, നോക്കാം. എന്തോ നടക്കാനൊരു ഒരു ചെറുതായിട്ട് മടിയാണ് എനിക്ക്. വണ്ടിയിലേക്കാണെങ്കിൽ പോവായിരുന്നു. അപ്പോൾ വണ്ടിയിലാണെങ്കിൽ പോവായിരുന്നു. ഇത് ഇവിടെ ആരും കാണൂല ഞാൻ വ്ളോഗ് ഉണ്ടാക്കണം, അതുകൊണ്ട് ഈ വഴി വന്ന് ആരുടെ അടുത്ത് പറയല്ലേ. അതെന്തോന്നു അതിൻ്റെ അകത്താണ് വെള്ളം ഇട്ട് കുളിപ്പിക്കുന്നതാ? അത് ശരി, ഓട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് പറയുന്നു, പേര് പറയുന്നില്ല അവൻ്റെ അടുത്ത് പറയുന്നു, സൂരജ് എനിക്ക് കുറച്ച് നാണെടുക്കൂലടാ റോഡിൻ്റെ സൈഡിലേക്ക് കയറി ഗോപ്രോ ഒക്കെ കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഇപ്പോൾ നാണൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടാലല്ലേ പിന്നീട് നമുക്ക് സക്സസ് ആകാൻ പറ്റത്തുള്ളൂ. അവൻ ശരിക്കും അവിടെ എന്തെങ്കിലും വിചാരിക്കട്ടെ. കുറേ നോക്കണം ഇങ്ങനെ നോക്കണേ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ. വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ബോറടിച്ചപ്പോൾ ഞാൻ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ചുമ്മാ നടന്നുകൊണ്ടിരുന്നു. ഇങ്ങോട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ താഴോട്ട് പോയി. അപ്പോൾ ഞാൻ താഴോട്ട് വന്നപ്പോൾ ഇവിടെ എനിക്ക് ഇത് കണ്ടു. അതായത് 1 വർഷം മുമ്പ് നമ്മളിവിടെ ഫുള്ള് ക്ലീനാക്കിയായിരുന്നു. 1 വർഷം 1-2 വർഷം മുമ്പ് നമ്മളിവിടെ ഫുള്ള് വൃത്തിയാക്കിയായിരുന്നു. ഫുള്ള് ഈ കാടെല്ലാം വെട്ടി ഇവിടെ തീയൊക്കെ ഇട്ട് നമ്മളിവിടെ ഫുട്ബോൾ വോളിബോൾ എല്ലാം കളിക്കുമായിരുന്നു. വോളിബോളല്ല, ഫുട്ബോൾ, ക്രിക്കറ്റ്, പിന്നെ ബാഡ്മിൻ്റൺ അതൊക്കെ കളിക്കുമായിരുന്നു. നമ്മളെല്ലാ പയ്യന്മാരും അവിടെ കൂടിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചുമ്മാ അവധിയൊക്കെ ആയിരുന്നില്ലേ, 2 മാസം അവധി. ക്ലാസ്സുള്ള സമയത്ത് നമ്മളിപ്പോൾ വൈകിട്ടൊക്കെ ഒരു 3-4 മണി വരെ ക്ലാസ് കാണും. അതൊക്കെ നമ്മൾ ഫുൾ അവിടെ കൂട്ടുകൂടും ഇങ്ങനെ. അപ്പോൾ അവിടെ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കും, കളിക്കും. ഫ്രീ ഫയറൊക്കെ PUBG ഒക്കെ ഉണ്ടായിരുന്ന സമയമില്ല. അതൊക്കെ ഇപ്പോഴുണ്ട്, അങ്ങനെയല്ല. മുമ്പൊക്കെ ശരിക്കും കളിക്കായിരുന്നല്ലോ പയ്യന്മാർ. അപ്പോൾ അടി കൂടി അതൊക്കെ ആയിരുന്നു, എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പോൾ ആരും ഇല്ല ഇവിടെ. പഠിക്കാനൊക്കെ പുറത്ത് പോയി ബാംഗ്ലൂർ അവിടെയൊക്കെ കോളേജൊക്കെ എല്ലാ പയ്യന്മാർ ആരുമില്ല. ഈ ഏരിയയിൽ ഞാനൊരു പയ്യുണ്ട്, അവനെ കാണില്ല. ഞാനൊരു പട്ടി കണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു അത് പിറ്റ്ബുളാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കട്ടെ, ആ ചേട്ടൻ വന്നിട്ട് ചോദിക്കട്ടെ. ഇത് പിറ്റ്ബുളാണല്ലോ കേട്ടോ. ഇവനെ വേണമെങ്കിൽ ഇപ്പോഴും അറ്റാക്ക് ചെയ്യാമല്ലോ, കഴിവുണ്ടല്ലോ അത്ര.
രാവിലെ ഒരു കടി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആരാ? 2 പട്ടിയും കൂടെ വീട്ടിൽ. പേരെങ്ങനെ ഇതിന്റെ? റയോ. ഈ പ്രായത്തിലെ കാണാൻ ഒത്തിരി എന്തൊരു പേടിയില്ല ഇവനെ. വലുതാകുമ്പോ എങ്ങനെ ഇരിക്കും ഇവന്റെ അവസ്ഥ? 5 മാസം കണ്ടായിരുന്നു. 5 മാസം ആയതില്ലേ? ഇതങ്ങനെ എവിടെ നിന്ന് വാങ്ങിച്ചതാട്ടോ? എമ്പോർട്ടിന്റെ കുട്ടിയാണ്. എവിടെ നിന്ന്? നമ്മുടെ ഫ്രണ്ടിന്റെ ആയിരുന്നു. ഇത് കടിക്കാമോ? രാവിലെ ഒരു കടി കിട്ടിയതാണ്. 2 അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചു. കാല് മറ്റേ മുറിവുണ്ടല്ലോ. മുറിവാണത്? അല്ല, അത് കിടക്കണതിന്റെ. കൊള്ളാൻ പേര് റയോ. ആരും കൂടെ അത്ര ഫ്രണ്ട്ലി ആവൂലേ ഇവൻ? ഇത് അങ്ങനെ പറയാൻ പറ്റൂല. അവിടെ ഒരു പട്ടിയുണ്ട്. അവൻ ഇവൻ എരിയാണ്. എരിന്ന് വെച്ചാൽ നോക്കിയാണ് അവനെ കടിക്കാനുള്ളതായിരിക്കും. അവൻ ഇവനെ വിട്ടാൽ മതി. ഇപ്പോൾ ഞാൻ ചത്ത് ആ 2 പട്ടിമാരും ചത്തിപ്പോ ഇവനെ വിട്ടാ. പട്ടിനെ പേടിയുണ്ട് കേട്ടോ. കണ്ട ഫ്രണ്ട്സ്, ഇവനെ കണ്ടാ പേടിയാണല്ലേ. പക്ഷെ ഇതിനൊക്കെ മെയിൻറ്റെയിൻ ഒക്കെ പാടല്ലേ? ഡെയിലി അതേ കൊടുക്കണ്ട, പ്ലസ്സേ കൊടുക്കണ്ടേ ചിക്കനൊക്കെ? ഇല്ലല്ലേ, നോർമൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നമ്മൾ കഴിക്കുന്ന ആഹാരം കൊടുത്താൽ മതിയില്ലേ? രാവിലെയും വൈകിട്ട്. നിങ്ങൾ ആ പട്ടീനെ കണ്ടായിരുന്നു ഫ്രണ്ട്സ്? എന്തായാലും ഒരു മസ്കുലർ അല്ലേ, എന്തായിരുന്നു ഒരു മസ്കുലർ. കാണുമ്പോൾ വന്ന് കടിക്കുന്ന പോലെ അവനെ കാണുമ്പോൾ. എനിക്ക് പേടി അടുത്ത് പോകാൻ വേണ്ടി. ഞാൻ വിചാരിച്ചു അവിടെ അടുത്തൊക്കെ പോയി എടുക്കാമെന്ന് വീഡിയോ. പക്ഷെ പറ്റൂല, പേടിയില്ല. ചെറുതായിട്ട് കുറച്ച് പേടി കാണില്ല. അതിന് അടുത്തൊന്നും പോകാൻ പറ്റില്ല എനിക്ക്. ഞാൻ ദൂരെ നിന്നാണ് അവൻ്റെ വീഡിയോ എടുത്തത്. ഇവിടെ ഫുള്ള് കാടായിരുന്നു. അതൊക്കെ ഇവിടെ വെട്ടി ഇവിടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് ഇനി ഇവിടെ വിലാക്കാൻ പോകണമെന്ന് തോന്നുന്നു. മറ്റേ പ്ലോട്ടിംഗ് ഒക്കെ ചെയ്യൂലേ, പ്ലോട്ടിംഗ് ഒക്കെ അതൊക്കെ വെച്ച് സ്ഥലം വിൽക്കാനായിരിക്കും വെച്ച് ഇവിടെ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ സംസാരം മാറിപ്പോൾ. അതായത് ഇടയ്ക്കിടയ്ക്ക് വേർഡ്സൊക്കെ മാറിപ്പോൾ എൻ്റെ ഇടയ്ക്കിടയ്ക്ക്. കൊള്ളാം എന്തായാലും. ഓൾറെഡി ഇവിടെ വീട് വയ്ക്കാൻ തുടങ്ങിയോ? ഇപ്പോൾ സ്ഥലം വെച്ചില്ലേ ഇവിടെ. ഇന്ന് ക്ലൈമറ്റ് കൊള്ളാം. ഇന്ന് കാറ്റൊക്കെ ഉണ്ട്, ക്ലൈമറ്റൊക്കെ കൊള്ളാം. അത്ര വെയിലൊന്നും ഇല്ല അല്ലേ? കുറേ നാളായി മഴയാണ്, അതുകൊണ്ട് ക്ലൈമറ്റൊക്കെ കൊള്ളാം ഇവിടെ. ജാക്കി ചുമ്മാ പോടെ ഇവിടെ പേര് ജാക്കി ഒന്നുമില്ല. പട്ടി ഇതാ കണ്ട. പട്ടി നടന്നപ്പോൾ കേട്ട് ഇവിടെ വന്നാണ്ട. ഇവൻ്റെ പേര് ഇവൻ പറയുന്നത് എൻ്റെ അടുത്ത് ഇവൻ്റെ പേര് ജാക്കി എന്നാണ്. ജാക്കി നിലിച്ചപ്പോൾ വന്നില്ല, പട്ടി നിലിച്ചപ്പോൾ പറഞ്ഞു. എൻ്റെ പേര് പട്ടിയാണ്, ജാക്കിയാണ്. അടുത്ത് പറല്ലേ. എൻ്റെ പേര് പട്ടിയാണ്, ജാക്കിയാണ്. അടുത്തത് എന്തൊരു ഡയലോഗ് ഉണ്ടല്ലോ, കടിക്കണ പട്ടി കുറയ്ക്കൂല, കുറയ്ക്കണ പട്ടി കടിക്കൂലല്ലേ. ജാക്കി ഇവൻ പെണ്ണിങ് അവിടെ ഇരിക്കുകയാണ്, ഇവിടെ ഇങ്ങോട്ട് വരുന്നില്ല. ജാക്കി ഡാ മിണ്ടൂലേ, മിണ്ടൂലെന്ന് മിണ്ടറ വാടാ ഇടാ. നമ്മൾ ചുമ്മാ ഇവിടെ നടന്നുകൊണ്ടിരുന്നേ. ഇവിടെ പുതിയ പ്ലോട്ടിംഗ് ഒക്കെ ചെയ്തില്ലേ, കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചുമ്മാ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വീഡിയോ കണ്ട്. ഇവിടെ ഒന്ന് നോക്കിയ ഇത് മറ്റേ കിണറിൻ്റെ മറ്റേ സാധനമല്ലേ ഇവിടെ വെച്ചേക്കണേ. കതവല്ല പറയണേ, കതവ്. ആരെങ്കിലും തട്ടുമ്പോൾ ആരും കതവ് തുറന്നില്ലെങ്കിൽ അവനെ വേണമെങ്കിൽ ഇവിടെ നിന്ന് അകത്ത് കയറാം ഇങ്ങനെ ചാടിയിട്ട്. അതിനായിരിക്കും ഇത് വെച്ച. ഇന്നത്തേക്ക് ഇത്ര ഗൈസ്, രാത്രിയായി. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യൂ ഗൈസ്. പിന്നെ നാളെ കാണാം. ലൈറ്റ് വരുന്നില്ലേ? ഹലോ ഗൈസ്, രാത്രിയായി. കണ്ടാ